97ാമത് ഓസ്കർ പുരസ്കാര നിശ ലോസ് ഏഞ്ചൽസിലെ ഡോൾബി തിയേറ്ററിൽ പുരോഗമിക്കുകയാണ്. മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് എ റിയൽ പെയിനിലെ അഭിനയത്തിന് കീറൻ കൾക്കിനും, സഹനടിക്കുള്ള പുരസ്കാരത്തിന് എമിലിയ പെരസിലെ അഭിനയത്തിന് സോയി സൽഡാനയും അർഹരായിട്ടുണ്ട്. ഫ്ലോയാണ് മികച്ച ആനിമേറ്റഡ് ചിത്രം. പോൾ ടേസ് വെൽസിന് മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരവും ലഭിച്ചു. വസ്ത്രാലങ്കാരത്തിന് ഓസ്കർ നേടുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനാണ് പോൾ. ശ്യാമ സദാനന്ദൻ ചേരുന്നു. ശ്യാമ സദാനന്ദൻ, ഇപ്പോഴും ഡോൾബി തിയേറ്ററിൽ അവാർഡ് നിശ പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ ചിത്രം അനുജയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് ശ്യാമ? അരുൺ പറഞ്ഞതുപോലെ തന്നെ ഡോൾബി തിയേറ്ററിൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരമാണ്. എമിലിയ പെരസിലെ എൽമാൽ എന്ന ഗാനത്തിനാണ് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇതടക്കം 13 നോമിനേഷനാണ് എമിലിയ പെരസിനുള്ളത്. മികച്ച ചിത്രം, മികച്ച നടി, മികച്ച സഹനടി തുടങ്ങി 13 പുരസ്കാരങ്ങൾക്കുള്ള നോമിനേഷനാണ് എമിലിയ പെരസിന് ലഭിച്ചിട്ടുള്ളത്. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം എമിലിയ പെരസിലെ തന്നെ സഹനടിയായിട്ടുള്ള സോയി സൽഡാനയ്ക്ക് ലഭിച്ചു. ചിത്രത്തിലെ റീത്ത എന്ന അഭിഭാഷകയുടെ കഥാപാത്രത്തെ അനശ്വരമാക്കിയതിനാണ് സോയി സൽഡാനയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ലഭിക്കുന്ന മെക്സിക്കൻ മയക്കുമരുന്ന് രാജാവിൻ്റെ ഒരു കഥ പറഞ്ഞ ചിത്രമാണ് എമിലിയ പെരസ്. ഫ്രഞ്ച് ചിത്രമാണ്. ആദ്യമായാണ് ഒരു വിദേശ ഭാഷാ ചിത്രത്തിന് ഇത്രയും പുരസ്കാരം ലഭിക്കുന്നത്. വിദേശ ഭാഷാ ചിത്രം എന്നുള്ള പട്ടികയിലും എമിലിയ പെരസ് മത്സരിക്കുന്നുണ്ട്. നേരത്തെ ബാഫ്റ്റ അവാർഡിലും ഗോൾഡൻ ഗ്ലോബിലുമൊക്കെ എമിലിയ പെരസ് മികച്ച വിദേശ ഭാഷാ ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇത്തവണയും ഓസ്കറിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് എമിലിയ പെരസ് തന്നെയാണ്. മറ്റൊരു പ്രധാന പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് കീരൻ കൾക്കിനാണ്. അദ്ദേഹത്തിന് എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചു. ഹോമലോൺ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയൊക്കെ നമുക്ക് പരിചിതനായിട്ടുള്ള നടനാണ് കീരൻ കൾക്കിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനോറ എന്ന ചിത്രത്തിന് 2 പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മികച്ച എഡിറ്റിങ്ങിനും മറ്റൊരു പുരസ്കാരവുമാണ് അനോറയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവുമാണ് ലഭിച്ചിരിക്കുന്നത്. പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഷോൺ ബേക്കർക്കാണ്. അദ്ദേഹത്തിന് തന്നെയാണ് മികച്ച തിരക്കഥയ്ക്കും മികച്ച എഡിറ്റിങ്ങിനുമുള്ള ചിത്രം അനോറ എന്ന ചിത്രത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. ലൈംഗിക തൊഴിലാളികളുടെ ജീവിതം അനാവരണം ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ് അനോറ. ഈ ചിത്രം മികച്ച സിനിമ എന്ന വിഭാഗത്തിലും മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രതീക്ഷയായിട്ടുള്ളത് അനുജ, അതായത് പ്രിയങ്ക ചോപ്രയും ഗുരീത് മോംഗയും കൂടി നിർമ്മിച്ച ചിത്രമാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ വന്ന ഷോർട്ട് ഫിലിമാണ്. ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിലാണ് അനുജ മത്സരിക്കുന്നത്. ഡൽഹിയിലുള്ള 9 വയസ്സുകാരിയുടെ ഒരു ജീവിതം പറഞ്ഞിട്ടുള്ളൊരു ചിത്രമാണ്. ആദം ജെ ഗ്രേവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് പീറ്റർ സ്ട്രോഗനാണ്. ബ്രിട്ടീഷ് നാടകകൃത്താണ് പീറ്റർ സ്ട്രോഗൻ. വത്തിക്കാൻ ത്രില്ലറായിട്ടുള്ള കോൺക്ലേവ് എന്ന ചിത്രത്തിനാണ് പീറ്റർ സ്ട്രോഗന് മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2011 തിങ്കർ ടൈലർ സോൾജർ സ്പൈ എന്ന പുരസ്കാരത്തിനൊക്കെ അദ്ദേഹത്തിന് നോമിനേഷൻ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും അവസാനം പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എൽമാൽ എന്ന എമിലിയ പെരസിലെ ഗാനത്തിനുള്ള പുരസ്കാരമാണ്. ഇതാണ് മികച്ച ഗാനമായിട്ടുള്ള പുരസ്കാരം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി മികച്ച ചിത്രം, മികച്ച നടൻ, മികച്ച സഹനടൻ, മികച്ച നടി തുടങ്ങിയ പുരസ്കാരങ്ങളൊക്കെ വരേണ്ടതാണ്. ബ്രോഡി അഡ്രിയാനാണ് ദ ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന്, അതായത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ജൂത കുടിയേറ്റം നടത്തിയ ശില്പിയുടെ കഥ പറഞ്ഞ ബ്രൂട്ടലിസ്റ്റിലെ അഭിനയത്തിന് അഡ്രിയൻ ബ്രോഡിയാണ് മികച്ച നടനുള്ള പുരസ്കാരത്തിന് ഏറ്റവും പ്രധാനമായി മത്സരിക്കുന്നത്. ഈ പുരസ്കാരങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ശ്യാമ സദാനന്ദനാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ ഡോൾബി തിയേറ്ററിൽ ലോസ് ഏഞ്ചൽസിൽ ഓസ്കാർ പുരസ്കാര നിശ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് എമിലിയ പെരസ് ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്നുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് പോകണം. അരുൺ സർ, ആ നടി സിനിമ ഇതൊക്കെ കാണിക്കണം. നിലവിലത് നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയില്ല. അത് ഹോട്ട്സ്റ്റാറിലും ഒക്കെയാണ് അതിപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓസ്കാർ പുരസ്കാര നിശ.